ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഷാൻ എജുടോക്സ്. ഷാൻ എജുടോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് പങ്ക്ച്വേഷൻ മാർക്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ് പങ്ക്ച്വേഷൻ മാർക്സ്? പങ്ക്ച്വേഷൻ മാർക്സ് ആർ വിഷ്വൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ എ റിട്ടൺ ഓർ പ്രിന്റഡ് ടെക്സ്റ്റ്. നമ്മൾ എഴുതുന്നതോ പ്രിന്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള സെന്റൻസുകൾക്കിടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ചിഹ്നങ്ങളും അടയാളങ്ങളൊക്കെയാണെന്ത് പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ലെറ്റ്സ് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. നമ്പർ 1, ഫുൾ സ്റ്റോപ്പ് ഓർ പീരീഡ്. എന്തിനാണ് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത്? ടു ഡിറ്റർമൈൻ ദ എൻഡ്. രണ്ട് തരം സെന്റൻസുകൾ എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്. അസേർട്ടീവ് സെന്റൻസും ഇമ്പറേറ്റീവ് സെന്റൻസും. ഇതിൽ തന്നെ അഫോർമേറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകളും നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകളൊക്കെ വരും. അതെല്ലാം എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്. അപ്പോൾ സാധാരണ ഒരു സെന്റൻസ് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു പങ്ക്ച്വേഷൻ മാർക്കാണ് ഇത്, ഫുൾ സ്റ്റോപ്പ്. സെക്കൻഡ് യൂസേജ് ആണ് അബ്രീവിയേഷൻസിൽ ഉപയോഗിക്കുക എന്നുള്ളത്. ഹി ഈസ് എൻ MBBS ഡോക്ടർ. ഓരോ ലെറ്ററിൻ്റെയും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡോട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവണം. അബ്രീവിയേഷൻസിൽ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കും, എന്നാൽ ആക്രനിംസിൽ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കരുത്. നാസ, പാൻ, യുനിസെഫ്, യുനെസ്കോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതാണ് ആക്രണിംസ് പറഞ്ഞാൽ. വായിക്കുന്നതിനെ ആക്രണിംസ് എന്നും ഓരോ ലെറ്റർ ആയിട്ട് പറയുന്നതിനെ അബ്രീവിയേഷൻസ് എന്നും പറയും. ദെൻ നെക്സ്റ്റ് വൺ, ഇന്റർനെറ്റ് അഡ്രസ് പറയുന്ന സമയത്ത് ദെൻ ടു റൈറ്റ് മിസ്റ്റർ ആൻഡ് മിസ്സിസ്, മിസ്റ്റർ മിസ്സിസ് എന്നൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സെട്ര എന്ന് പറയുമ്പോൾ ETC കഴിഞ്ഞിട്ട് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാറുണ്ട്. സെക്കൻഡ് വൺ, കോമ. എന്തിനാണ് നമ്മൾ കോമ ഉപയോഗിക്കുന്നത്? ടു സജസ്റ്റ് എ ഷോർട്ട് പോസ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഷോർട്ട് പോസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്പനേരം ബ്രെത്ത് ടേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നിർത്തുന്നതിനെയാണ് കോമ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോമയുടെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഒമിഷൻ ഓഫ് എ വേർഡ്, എസ്പെഷ്യലി എ വേർബ്. ഒരു സെൻറ്റൻസ് നമ്മൾ പറയുന്ന സമയത്ത് ആ സെൻറ്റൻസിൽ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു ഭാഗത്ത് വരുന്ന വേർബ് തന്നെയാണ് രണ്ടാമത്തെ ഭാഗത്തും വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ആ വേർബിനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു കോമ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഹെർ മദർ വാസ് ഇംഗ്ലീഷ്, ഹെർ ഫാദർ എൻ അമേരിക്കൻ. അപ്പോൾ അവിടെ ഹെർ മദർ വാസ് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടൊരു കോമ കാണാം. ആ സെന്റൻസിലെ രണ്ട് ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം ഹെർ ഫാദർ എന്ന് കഴിഞ്ഞ് ഒരു കോമ കൂടി കാണാം. അവിടെ നമ്മൾ ആദ്യ ഭാഗത്തുള്ള വാസ് എന്നുള്ള വേർഡിനെ ഒഴിവാക്കിയിട്ടുണ്ട്. The next one, it separates the coordinate clauses in a compound sentence. ഒരു കോമ്പൗണ്ട് സെന്റൻസിലെ കോർഡിനേറ്റ് ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കോമ ഉപയോഗിക്കും. അപ്പം മുകളിൽ ആദ്യം കണ്ട കോമ അതാണ്. ഓക്കെ, ഹെർ മദർ വാസ് ഇംഗ്ലീഷ്, ഹെർ ഫാദർ ആൻ അമേരിക്കൻ. അതിന് രണ്ടിനിടയിലുള്ള കോമ കോർഡിനേറ്റ് ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്തതാണ്. ഇനി ഒരു എക്സാമ്പിൾ താഴെ കാണാം. ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ്. നെക്സ്റ്റ് വൺ, it separates the subject and the long preceding phrase that characterizes it. Harassed and distraught right from the early days of her marriage, she decided to embark on a journey of her own. Okay, ഇവിടെ സെന്റൻസ് എന്ന് പറയുന്നത് ഷീ ഡിസൈഡഡ് ടു എംബാർക്ക് ഓൺ എ ജേർണി ഓഫ് ഹെർ ഓൺ എന്നുള്ളതാണ്. അതിനു മുമ്പ് ഷീയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അവിടെ ഒരു ഫ്രേസ് പറയുന്നുണ്ട്. അതിനെ ആ ഒരു പ്രധാന ഭാഗത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോമ ഉപയോഗിക്കാം. ഇറ്റ് സെപ്പറേറ്റ്സ് ദ സെയിം പാർട്സ് ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദി സെയിം സെന്റൻസ്. അപ്പോൾ ഒരേ സെന്റൻസിൽ തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഒരേ ടൈപ്പ് വേർഡ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അവയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ ഉപയോഗിക്കാം. ഹി വാസ് ടോൾ, സ്ലിം ആൻഡ് ഹാൻസം. അപ്പോൾ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ 3 ക്വാളിറ്റീസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടോൾ, സ്ലിം, ഹാൻസം. ഇത് ഒരേ കാറ്റഗറിയിൽപ്പെട്ട വേർഡ് ആയതുകൊണ്ട് നമ്മൾ അതിന് ഓരോന്നിനിടയിൽ എന്ത് ചെയ്യണം? കോമ ഉപയോഗിക്കണം. ബുക്സ്, ചെയേഴ്സ്, ടേബിൾസ്, ഡെസ്ക്സ് ആൻഡ് സെറ്റീസ് could be seen in the lawn. It separates the parenthetical ideas from the core ideas in a sentence. ഒരു സെന്റൻസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയുകയാണ്, അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് അതിനോട് അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കോമ ഉപയോഗിക്കാം.
യുവർ സജഷൻ ഈസ് ക്വൈറ്റ് ടെംപ്റ്റിംഗ് എന്നാണ് പറയേണ്ടത്. അപ്പം അതിനിടയിൽ അതിനോടൊപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഹവവർ എന്നും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഹവവർ എന്നുള്ളത് ഒരു പാരന്തറ്റിക്കൽ ഐഡിയയാണ്. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുൻപും ശേഷവും നമുക്ക് ഓരോ കോമ കാണാം. ഇറ്റ് മാർക്സ് എ നോൺ ഡിഫൈനിങ് ക്ലോസ്. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഒരു നോൺ ഡിഫൈനിങ് ക്ലോസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ നോൺ ഡിഫൈനിങ് ക്ലോസിനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കൂ, മൈ ഫ്രണ്ട് ഡസൻറ്റ് തിങ്ക് സോ എന്നാണ് നമുക്ക് പറയേണ്ടത്. പക്ഷെ മൈ ഫ്രണ്ട് ആരാണെന്ന് അവിടെ ഒരു നോൺ ഡിഫൈനിങ് ആയിട്ട് പറയുന്നുണ്ട്. കാരണം മൈ ഫ്രണ്ട് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. എന്നാലും അവിടെ എന്ത് ചെയ്യുന്നു, ഹു ഈസ് എ ജേർണലിസ്റ്റ്, അല്ലേ, അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു നോൺ ഡിഫൈനിങ് ക്ലോസ് ആണ്. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുൻപും ശേഷവും എന്ത് ഉപയോഗിക്കാം, കോമ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ടു ഓർ മോർ നൗൺസ് ഇൻ അപ്പോസിഷൻ. ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾ ആരാണെന്ന് തൊട്ടടുത്ത് അയാളുടെ ഡെസിഗ്നേഷനോ മറ്റോ സൂചിപ്പിക്കുന്നതിന് അപ്പോസിഷൻ നൗൺ എന്ന് പറയും. ഷേക്സ്പിയർ, ദ ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ഓഫ് ഓൾ ടൈംസ്, വാസ് ബോൺ ഇൻ 1564. അപ്പോൾ ഷേക്സ്പിയർ വാസ് ബോൺ ഇൻ 1564 എന്നാണ് പറയേണ്ടത്. അതിനോടൊപ്പം തന്നെ ദ ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ഓഫ് ഓൾ ടൈംസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് യൂസേജ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു അഡ്രസ് പീപ്പിൾ. അപ്പോൾ നമ്മൾ ആളുകളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഡിയർ ഫ്രണ്ട്, സർ, മാഡം, അതിനുശേഷം എന്ത് ചെയ്യാറുണ്ട്, കോമ ഉപയോഗിക്കാറുണ്ട്. സർ, ഐ ആം ഇൻഡപ്റ്റഡ് ടു യു. ഹൗ ആർ യു, മൈ ഡിയർ. ഓക്കെ, ഇറ്റ് മാർക്സ് ഓഫ് ഡിറക്റ്റ് ക്വറ്റേഷൻസ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. സെൻറ്റൻസിൻ്റെ ഭാഗമായി തന്നെ അതിലൊരു കൊട്ടേഷൻ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റൻസിൻ്റെ മെയിൻ ഭാഗത്ത് നിന്ന് ആ ഒരു കൊട്ടേഷനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ ഉപയോഗിക്കുന്നു. മദർ സെഡ് ടു ഹെർ സൺ, ഹാവ് യുവർ ഫുഡ്. കം ഇൻ ആൻഡ് ടെൽ വാട്ട് ഹാപ്പൻഡ്, ദ ഫാറ്റ് മാൻ സെഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ആൻ ആഡ്വേർബിയൽ ക്ലോസ് ഫ്രം ദി മെയിൻ ക്ലോസ്. ഒരു ആഡ്വേർബിയൽ ക്ലോസിനെ മെയിൻ ക്ലോസിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കോമ ഉപയോഗിക്കുന്നു. സോ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. ഇതിൽ ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളതാണ് ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് കണ്ടീഷൻ. അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലോസ് ആയിട്ടുള്ള യു വിൽ സക്സീഡ് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കോമ ഉപയോഗിച്ചിട്ടുണ്ട്. വെൻ വി കെയിം ബാക്ക്, അത് ആഡ്വേർബിയൽ ക്ലോസ്. ദെൻ കോമ ഇട്ട് വി ഫൗണ്ട് ദ ഡോർസ് ഓപ്പൺ. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വേർഡ്സ്, ഫ്രേസസ് ഓർ ക്ലോസസ് ദാറ്റ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ദ മെയിൻ തോട്ട് ഇൻ എ പാരന്തറ്റിക്കൽ വേ. ഒരു സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ്, ഫ്രേസസ്, ക്ലോസസിനൊക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോമ ഉപയോഗിക്കാറുണ്ട്. അതായത് മെയിൻ തോട്ടിനെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഭാഗത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, ദിസ് ഇൻ നോ വേ ഈസ് മൈ പ്രോബ്ലം, യുവർ സ്റ്റോറി ഇൻ ഓൾ പ്രോബബിലിറ്റി ഈസ് എ ഫെയറി ടെയിൽ. So next one, dash. A dash indicated by a long horizontal line is often used in place of a colon or parenthesis. ഇപ്പോൾ ഡാഷ് നമ്മൾ ഉപയോഗിക്കുന്നത് കോളൻ അതുപോലെ തന്നെ ഈ ഒരു ബ്രാക്കറ്റ് അഥവാ പാരന്തസിസിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എംഫസൈസ് ദി ഐഡിയ ആൻറ്റിസിപ്പേറ്റഡ് ഇൻ ദ സെൻറ്റൻസ്. സെൻറ്റൻസിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയയെ പലപ്പോഴും എംഫസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാഷ് ഉപയോഗിക്കാറുണ്ട്. ഫൈനലി, വി ഗോട്ട് വാട്ട് വി ഹാഡ് ഓൾ അലോങ് ഡിസയേർഡ്. ഇത്രയും കാലം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്തു, കിട്ടി എന്നാണ് പറയുന്നത്. ആ കാര്യം എന്താണെന്ന് ഒന്ന് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഡാഷ് നമുക്ക് കാണാം. അവർ ഫസ്റ്റ് ടെലിവിഷൻ സെറ്റ് അറ്റ് ഹോം. ഹീ ഈസ് വാട്ട് യു എക്സ്പെക്ട് ഹിം ടു ബി. ആ ഒരു ഡാഷിന് മുൻപായിട്ട് വോട്ട് കൊണ്ട് തുടങ്ങുന്ന നൗൺ ക്ലോസ് ആ രണ്ട് സെൻറ്റൻസിലും കണ്ടല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യം, ദ ഗ്രേറ്റസ്റ്റ് ഫൂൾ ഓൺ എർത്ത്. അതായിരുന്നു അവനെക്കുറിച്ച് എക്സ്പെക്ട് ചെയ്തത്. പലപ്പോഴും കോമ പോലെ തന്നെ ഒരു എക്സ്പ്രഷനെ സെൻറ്റൻസിൻ്റെ മെയിൻ ഭാഗത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കോമയ്ക്ക് പകരമായിട്ട് അതിൽ ഡാഷ് ഉപയോഗിക്കാറുണ്ട്. ഹീ ഈസ് ആഫ്റ്റർ ഓൾ. അവിടെ നമുക്ക് ആ ഡാഷിൻ്റെ സ്ഥാനത്ത് കോമ ഉപയോഗിക്കാം. അപ്പോൾ കോമയുടെ അതേപോലെ തന്നെ ഡാഷ് ഉപയോഗിക്കാറുണ്ട്. ഹീ ഈസ് ആഫ്റ്റർ ഓൾ ഹിസ് മദേഴ്സ് സൺ. ഇൻ ദി എൻഡ്, ടു ബി പ്രിസൈസ്, ഐ വുഡ് സേ ദാറ്റ് ഓൾ ദാറ്റ് ഷൈൻസ് ഈസ് നോട്ട് ഗോൾഡ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആഫ്റ്റർ ദ കോളൻ ടു ഇൻഡിക്കേറ്റ് സംതിങ് ദാറ്റ് ഫോളോസ്. എക്സാമ്പിൾ നോക്കൂ, ദീസ് ആർ സം ഓഫ് ദി വ്യൂസ്. അതിന് ആ വ്യൂസ് പറയാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മളവിടെ കോളൻ ഉപയോഗിച്ചു.
Then he says. അത് കഴിഞ്ഞിട്ട് ഇനി പറയുന്ന കാര്യത്തിന് മുൻപ് ഡാഷ് ഉപയോഗിക്കാം. Frailty, thy name is woman. It is used to indicate an abrupt change of idea. ഓക്കെ, ഒരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ പെട്ടെന്നൊരു ചേഞ്ച്, ആ ഒരു ഐഡിയയിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി നമുക്ക് അവിടെ ഡാഷ് ഉപയോഗിക്കാം. Had he not boarded the plane, but what is the use of thinking like that? Once you reach here, but wait, you are coming, aren't you? Next one, hyphen. So it is a shorter line than a dash. It is used to join two or more words in a compound word. കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികം വേർഡ്സോ കൂടി ചേർന്നുണ്ടാകുന്നതാണ് കോമ്പൗണ്ട് വേർഡ്. അപ്പോൾ അതിൽ ഓരോ വേർഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവയ്ക്കിടയിൽ നമുക്ക് ഹൈഫൺ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഷി വാസ് ട്രൂലി ഹാപ്പി ഫോർ ഹെർ ഡോട്ടർ ഇൻ ലോ. അവിടെ ഡോട്ടർ ഇൻ ലോ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വേർഡാണ്. സോ ഡോട്ട് ഹൈഫൺ ഇൻ ഹൈഫൺ ലോ എന്ന് എഴുതിയത് കണ്ടല്ലോ. സെമി കോളൻ എന്ന് പറയുമ്പോൾ ഒരു കുത്ത്, അതിന് തൊട്ട് താഴെ ഒരു കോമ. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ ലോങ്ങർ പോസ് ദാൻ എ കോമ. എന്താണ് സെമി കോളന്റെ ഉപയോഗം? കോമ എന്ന് പറയുന്നത് ഒരു ഷോർട്ടർ പോസ് ആണെങ്കിൽ അതിനേക്കാളും കുറച്ച് ദൈർഘ്യമേറിയ, കുറച്ചുകൂടി നീളം കൂടിയ ഒരു പോസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെമി കോളൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രധാന ഉപയോഗങ്ങളൊന്ന് നോക്കാം. ക്ലോസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമയ്ക്ക് പകരം നമുക്ക് സെമി കോളൻ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഡിഫറെൻറ്റ് ഐഡിയാസ് വിതൗട്ട് റൈറ്റിംഗ് എ ന്യൂ സെൻറ്റൻസ്. അപ്പോൾ ഒരു പുതിയ സെൻറ്റൻസ് എഴുതാതെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഒരു ഒറ്റ സെൻറ്റൻസിൽ തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സെമി കോളൻ കൊണ്ട് കഴിയും. ഇൻ ദ മോർണിംഗ് ഹി ഫോട്ട് വിത്ത് ഹിസ് വൈഫ്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് എഴുതുന്നതിന് പകരം അവിടെ ഒന്ന് ലോങ് പോസ് കൊടുത്തിട്ട് സെമി കോളൻ ഉപയോഗിച്ച് ഇൻ ദ ആഫ്റ്റർനൂൺ ഹി റീകൺസൈൽഡ് വിത്ത് ഹെർ. സോ നെക്സ്റ്റ് വൺ, കോളൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലിസ്റ്റ് എക്സാമ്പിൾസ് ആൻഡ് എന്യൂമറേഷൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എക്സാമ്പിളൊക്കെ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കോളൻ ഉപയോഗിക്കുക. അതേപോലെ ഒരാൾ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം ആ ഡയലോഗ് എഴുതുന്നതിന് മുമ്പ് രണ്ട് കുത്തിടാറുണ്ട്. ഇതിനെയാണ് കോളൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചില ടേംസും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് സിംഗിൾ ഇൻവേർട്ടർ കോമ ഉപയോഗിക്കും. ഇപ്പോൾ ഒരു കൊട്ടേഷൻ നമ്മൾ ഡബിൾ ഇൻവേർട്ടർ കോമയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് വേറൊരു കൊട്ടേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിംഗിൾ ഇൻവേർട്ടർ കോമാസ് ഉപയോഗിക്കും. ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ളത് അതിനിടയ്ക്ക് വരുന്നതായതുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ കുറച്ചും കൂടി പ്രധാനപ്പെട്ട ഒരു ടേം ആയതുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ ഇൻവേർട്ടർ കോമ ഉപയോഗിക്കുന്നത്. ഡബിൾ ഇൻവേർട്ടഡ് കോമാസ് എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഈ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ദീസ് ആർ യൂസ്ഡ് ടു കോട്ട് എക്സാക്ട് വേർഡ്സ് ഓഫ് ദ പേഴ്സൺ ബീയിങ് കോട്ടഡ്. ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ആ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഉപയോഗിക്കാറുണ്ട്. ഹി സെഡ് യു ആർ മൈ ഫ്രണ്ട്. ആ നൗൺ കഴിഞ്ഞ ഉടനെയാണ് അത് വരുന്നതെങ്കിൽ ആ നൗണിന് ശേഷം കോളൻ ഇട്ട് ആ പറഞ്ഞ കാര്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എഴുതണം. ഓക്കെ, പറഞ്ഞു എന്ന അർത്ഥത്തിൽ സെഡ്, ടോൾഡ് എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കോമ ഇട്ടതിന് ശേഷം ആ പറഞ്ഞ കാര്യത്തെ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എഴുതണം. നെക്സ്റ്റ് വൺ, അപ്പോസ്ട്രോഫി. It is used to indicate the possessive case of a noun. If the noun is singular, the apostrophe is followed by an S. അതിനുശേഷം S ഉപയോഗിക്കും. If the noun is plural, the S is followed by the apostrophe. Noun plural ആണെങ്കിൽ S ന് ശേഷം apostrophe മാത്രമേ ഇടൂ. Except when the plural does not end in S. എന്നാൽ S ൽ അവസാനിക്കാത്ത plural form ആണെങ്കിൽ നമ്മൾ അതിനുശേഷം S ഉപയോഗിക്കും. It is also used to show words in a contracted form. ഇനിയിപ്പോൾ നമ്മൾ ചുരുക്കി ഉപയോഗിക്കുന്ന സമയത്ത് ആ ചുരുക്കിയത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ അപ്പോസ്ട്രോഫി ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡു നോട്ട് എന്നുള്ളത് ഡോണ്ട് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ. ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് സം പ്ലേ. ഇവിടെ ലെറ്റ്സ് എന്ന് പറയുന്നത് ലെറ്റസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ്. യു ആർ ജസ്റ്റ് എ കംപ്ലീറ്റ് ഫുൾ. യു ആർ എന്ന് പറയുന്നത് യു ആർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ്. It is sometimes also used to show the letters and figures in the plural form to avoid confusion. അപ്പോൾ നമ്മൾ പ്ലൂരൽ ഫോമിൽ ഒരു കാര്യം പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ 1980s ഫിലിംസ് എന്ന് നമ്മൾ പറയാം, 1980s അങ്ങനെ പ്ലൂരൽ ഫോമിൽ പറയുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അവിടെ അപ്പോസ്ട്രോഫി ഉപയോഗിക്കാറുണ്ട്. In 1970s was seen the first wave of parallel Hindi cinema. Next one, parenthesis. സാധാരണ റൈറ്റേഴ്സ് ഒരു കാര്യം പറയുന്നതിനിടയിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ തോട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്
പലപ്പോഴും എന്ത് ചെയ്യാറ് ഈ ഒരു പാരന്തസിസ് ഉപയോഗിക്കാറ്. സോ എക്സാമ്പിൾസ് നോക്കൂ. ദ ഗ്രേറ്റ് മാൻ, ആ ഗ്രേറ്റ് മാനെ കുറിച്ചുള്ള ഒരു ആഫ്റ്റർ തോട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. ദിസ് ഈസ് ഹൗ ഹി ഈസ് സീൻ ടു ബി ഇൻ ദി ഏരിയ. ഈസ് റിപ്പോർട്ടഡ് ടു ഹാവ് കിൽഡ് ഹിസ് വൈഫ്. കണ്ടോ, ദ ഗ്രേറ്റ് മാൻ എന്തല്ല, അദ്ദേഹം ശരിക്കും ഗ്രേറ്റ് അല്ല, കാരണം അദ്ദേഹമാണ് ഭാര്യയെ കൊന്നത്. പക്ഷെ നാട്ടിലെ ആള് ഭയങ്കര ഗ്രേറ്റ് ആണ്. അപ്പൊ ആ ഒരു ആഫ്റ്റർ തോട്ടാണ് ആ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് വൺ, ഇന്ററോഗേഷൻ മാർക്ക് ഓർ ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ക്വസ്റ്റ്യന് ശേഷമാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടാഗ് ക്വസ്റ്റ്യനിലും നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കാറുണ്ട്. സാധാരണ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കാറില്ല. ഐ എം നോട്ട് ഷുവർ വാട്ട് ടു ഡു ഇൻ ലൈഫ്. കണ്ടോ, വാട്ട് ടു ഡു ഇൻ ലൈഫ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കാരണം അത് ക്വസ്റ്റ്യൻ സ്ട്രക്ചറിലല്ല പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, എക്സ്ക്ലമേഷൻ മാർക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് എക്സ്ക്ലമേറ്ററി സെന്റൻസിലാണ് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫ്രേസസ് ആൻഡ് സെന്റൻസസ് ദാറ്റ് എക്സ്പ്രസ് സഡൻ സ്ട്രോങ് ഇമോഷൻ ഓർ എ വിഷ്. മേ യു ലിവ് ലോങ് ഫോർ എ ടെറിബിൾ സൈറ്റ്. ഓ ഹാംലെറ്റ്, സ്പീക്ക് നോ മോർ. ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സാധാരണ നമ്മളൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഒരു സെന്റൻസിൽ തന്നെ ഇൻവേർട്ടഡ് കോമ വരുമ്പോൾ ആ ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്ത് വരുന്ന ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. സോ ഒരു പ്രോപ്പർ നൗൺ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ആ പ്രോപ്പർ നൗണിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന ഒരു ആഡ്ജക്റ്റീവ് പറയുമ്പോൾ അതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ യൂസ്ഡ് ടു ഫോർ എ പേഴ്സൺസ് ടൈറ്റിൽ ഓർ ഡിഗ്രി. ഒരാളുടെ ടൈറ്റിൽ പറയാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ പണ്ഡിറ്റ് എന്ന് പറയാറുണ്ട്. സോ ആ ഒരു ടൈറ്റിൽ പറയുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടാണ് ഉപയോഗിക്കുക. ടു റെഫർ ടു ദ നെയിംസ് ഓഫ് ഫെസ്റ്റിവൽസ്, ഡേയ്സ്, വീക്സ്, മന്ത്സ് ആൻഡ് ഇവന്റ്സ്. ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഉപയോഗിക്കണം. ചാപ്റ്ററിന്റെ ഒക്കെ പേര് നമ്മൾ പറയുന്ന സമയത്ത് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡുകളുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റൽ ആയിട്ട് ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഗോഡ് എന്ന് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ജി ക്യാപിറ്റൽ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഗോഡിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗണും ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങേണ്ടത്. എക്സ്ക്ലമേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഓ. പേഴ്സണൽ പ്രോനൗൺ ഐ ഈസ് ഓൾവേസ് ക്യാപിറ്റലൈസ്ഡ്. ഇപ്പൊ ഐ എന്നുള്ള പേഴ്സണൽ പ്രോനൗൺ നമ്മൾ പറയുന്ന സമയത്ത് എപ്പോഴും ക്യാപിറ്റൽ ആയിട്ടാണ് ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.